നിങ്ങളും ഭാര്യയും ചേർന്ന് അതിൽ വിത്തിട്ടിട്ട് നിങ്ങളും ഭാര്യയും ചേർത്ത് കുഞ്ഞുങ്ങളായി പുനർജനിച്ചു. നിങ്ങളാണ് കുഞ്ഞുങ്ങളായി പുനർജനിക്കുക. കുഞ്ഞുങ്ങൾ വേറെ ഒന്നല്ല, നിങ്ങൾ തന്നെയാണ്. ഇതാണ് പുനർജന്മം. മരിച്ചു പോയിട്ടല്ല, ഇവിടെ തന്നെ എല്ലാവരും പുനർജനിക്കുന്നു. തൻ്റെ വിത്തിട്ട് തൻ്റെ ഗർഭത്തിലൂടെ നാരിയാം സ്ത്രീയും പുരുഷനുമായി നമ്മൾ പുനർജനിക്കുന്നു. എന്നിട്ട് നമ്മൾ ജീവിതം മുഴുവനും ആ കുഞ്ഞുങ്ങളെ വളർത്തി, കുഞ്ഞുങ്ങളല്ല, ആ ശിശുവായി വന്ന നമ്മളെ പുനർജനിപ്പിച്ച് ഗുണവാനാക്കി എടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പകലില്ലാതെ അവർക്ക് വിഷമങ്ങളോ രോഗങ്ങളോ പ്രശ്നങ്ങളോ വന്നാൽ ഉറക്കൊഴിച്ച് അതിനു വേണ്ടി അവരെ രക്ഷപ്പെടുത്തി ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി പെടാപ്പാടുപെട്ട് നമ്മൾ ജീവിതം മുഴുവൻ തളർന്ന് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനും മരുന്ന് വാങ്ങാനും ഭക്ഷണത്തിനും അവർക്ക് വിദ്യാഭ്യാസത്തിനും വേണ്ടി നമ്മൾ പാടുപെടുകയാണ് രാപ്പകലില്ലാതെ, അല്ലേ? എന്നിട്ട് അവരെ ഉയർത്തിക്കൊണ്ട് നമ്മൾ അധ്വാനിച്ച് ജോലി ചെയ്ത് തളർന്ന് നമ്മൾ അവശനായി ലാസ്റ്റ് നശിച്ചു പോവാണ്. ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഇല്ലാതായത്? ആർക്ക് വേണ്ടിയിട്ടാണ് രക്ഷിതാക്കൾ ഇല്ലാതായത്? ഈ കുഞ്ഞുങ്ങളെ വളർത്തി ഉയർത്തിക്കൊണ്ടുവരാൻ, അല്ലേ? ആണോ? അപ്പം നിങ്ങൾ തന്നെയാണ് വിത്തിട്ട് മുളച്ച് ഈ പുനർജനിച്ച് വരുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്നിട്ട് നിങ്ങൾ ഇതിനെ പൂർണ്ണതയിൽ കൊണ്ടുവരാൻ വേണ്ടി ജീവിതം മുഴുവൻ പെടുന്നു. അപ്പൊ നിങ്ങൾ പുനർജനിച്ച് നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ എന്തിനെ പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം കളയണം? നിങ്ങൾ എന്തിനീ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേറെ ഒരു കുട്ടിക്ക് വേണ്ടി ജീവിതം കളയണം? നിങ്ങൾ കാക്ഷിക്കുന്ന മാതിരി അങ്ങോട്ട് ഇതാക്കി വിട്ട് നിങ്ങളെ പണി നോക്കിയാൽ പോയ പോരാ. പിന്നെ അത് അവിടെ ജനിക്കൂല. പിന്നെ അതിനെ ഇതാക്കി എടുക്കാൻ വേണ്ടി നിങ്ങൾ അറിയുന്നില്ല നിങ്ങളാന്ന്. എന്നിട്ടും നിങ്ങളിൽ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്ന ആ വാസന അവറ്റകളെ പോറ്റി വളർത്തി കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾക്ക് മരിച്ചു പോയിട്ടാ പുനർജനിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഈ പുനർജന്മം നിങ്ങൾ കാണുന്നില്ല. ഖുറാനിൽ കാണിക്കാം ഞാൻ, സൂറത്ത് ഹജ്ജില് 22-ാമത്തെ. മനുഷ്യരെ, പുനർജന്മത്തെക്കുറിച്ച് പുനരുദ്ധാരണത്തെക്കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ ഓർക്കുക. നിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് ഖുറാൻ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം മണ്ണിൽ നിന്നും പിന്നെ ചവിച്ചരിച്ച മാംസപിണ്ഡത്തിൽ നിന്നും ഞാൻ നിങ്ങളെ ശിശുക്കളാക്കി പുനർജനിപ്പിച്ചു. ഇപ്പം നിങ്ങളെ ശുക്ല ബീജത്തിൽ നിന്നും ചവിച്ചരിച്ച പോലുള്ള മാംസപിണ്ഡത്തിൽ നിന്നും നിങ്ങൾ ശിശുവായി ജനിച്ചു എന്നാണ് പറഞ്ഞത്. തൊട്ട് ആയത്തിൽ പറഞ്ഞ് ഭൂമി വരണ്ട് കിടക്കുന്ന ഭൂമി, അതിലേക്ക് അള്ളാഹു മഴ വർഷിപ്പിച്ചപ്പോൾ നിങ്ങളെ ഭാര്യയുടെ ഗർഭം വരണ്ട് കിടക്കുക, അതിൽ ജനിക്കുന്നില്ല ഒന്നും. അതിലേക്ക് നിങ്ങൾ മഴ വർഷിച്ചു, ഇതിലേക്ക് ആ വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക്, ഭാര്യയുടെ ഗർഭത്തിലേക്ക്. എന്നിട്ടത് പുഷ്പിനിയായി മുളച്ചു വളർന്നു പോന്നു, തുടികൊള്ളുന്നു. ഖുറാനാണ് പറയുന്നത്, നിങ്ങളെ ഖുറാൻ. ആ ഖുറാനാണ് നിങ്ങൾ വിശ്വസിച്ച് തലയിലേറ്റി നെഞ്ചിലേറ്റി നടക്കുന്നത്. പക്ഷെ എന്നിട്ട് അതിലെ സത്ത നിങ്ങൾക്ക് കിട്ടുന്നില്ല, തോടെ കിട്ടുന്നുള്ളൂ. ഖുറാൻ്റെ യാഥാർത്ഥ്യത്തെ കിട്ടുന്നില്ല. ഈ യാഥാർത്ഥ്യത്തെ ഉണ്ട്, ആ ദൈവത്തിൻ്റെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ശേഖന്മാരും ബലികളും അവരെടുത്ത് പോയിട്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. ഈ യഥാർത്ഥത്തെ എടുത്ത് കാണിച്ചു തരാൻ പറ്റുന്നില്ല അവർക്ക്. അവർ ദൈവികമായിട്ടില്ല, അവർ ആ ഗ്രന്ഥം പഠിച്ചു വന്നവരാണ്.